I think this is a staying place. Like the people who are from Tibet or Nepal, no? Oh, So they can stay here. stay here. നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കാൻ വേണ്ട എന്തൊക്കെയോ സാധനമുണ്ട്. സംഭവം മിക്സഡ് ഫ്ലേവറാണ്. വയറിളക്കുന്നു പണ്ടാരമൊക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബായിൻ്റെ ഒപ്പം തന്നെ ഉണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാൻ ട്രൈ ചെയ്യാൻ വന്നേക്കണേ. നോ ആൽക്കഹോൾ ഓർ ഡ്രഗ്സ്, ജസ്റ്റ് പാൻ, സ്വീറ്റ് പാനാണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് സാധനം. നമ്മളങ്ങനെ ഇപ്പോൾ അസിഘട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീട്ടുള്ള സ്ഥലത്താണ് വന്നിരുന്നത്. ഇവിടെ കുറേ പേര് പാൻ അടിക്കാനുണ്ട്. എന്തൊക്കെയോ സാധനമുണ്ട്. ബിമ്മല് കൊടുക്കുന്ന സാധനമുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ലസ്സി അടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് വെച്ചിരുന്നത്. അത് വലിയ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. അത് 25 രൂപയാണ്. കഴിച്ചു നോക്കാൻ വേണ്ട. ഒരു മിക്സഡ് ഫ്ലേവറാണ് കേട്ടോ. ഞാനത് കല്ലായിക്കോളൂ. പായങ്ങനെ വായിട്ട് കേട്ടോ. സംഭവം മിക്സഡ് ഫ്ലേവറാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഡ്രഗൊന്നുമല്ല. സംഭവം അങ്ങനെ ചവച്ചൊരു ലെവലാക്കിയിട്ടുണ്ട്. അതിൻ്റെ നീര് നമുക്ക് ഇറക്കാം. ഈ ഡ്രഗായിട്ടുള്ള പാന അടിക്കുമ്പോഴാണ് ചുമന്ന് വരും. ആ സാധനമാണ് ഇറക്കാൻ പാടില്ലാത്തത്. അത് കഴിക്കുമ്പോൾ നമ്മളെ ചുണ്ട് അതിൻ്റെ അകത്തൊക്കെ പൊട്ടും. ഇത് ആ ഒരു സീനില്ല. പക്ഷെ ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ഇന്നും കൂടി ഉണ്ടാവുള്ളൂ ഇവിടെ. ഇന്ന് പാനിപ്പൂരി ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. വലിയ ഗുണമില്ല, ബട്ട് കുഴപ്പമില്ല. 6 ഫ്ലേവർ പാനിപ്പൂരി ഇട്ടും 20 രൂപ കൊടുത്താൽ മതി. വയറിളക്കുന്നു പണ്ടാരമൊക്കെ. പിന്നെ ഇത് അടക്കി അങ്ങനെ എന്തോ സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ വയലെടുത്തായത്. സാധനം എന്തോ കല്ലാന്ന് ഓർത്ത് കടിച്ചിട്ട് പൊട്ടല്ല. അപ്പോൾ ഭായി പറഞ്ഞാൽ അതും ചവക്കണ്ടെന്ന് പറഞ്ഞാൽ അതും കൂട്ടിയിട്ട് ചതച്ച്. കുഴപ്പമില്ല. നമ്മളങ്ങനെ വാരണാസിയിൽ ഓൾഡ് വാരണാസിയിലൂടെ പോകണമെങ്കിൽ ലോങ് കാട്ടാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ. സ്വീറ്റാണ് സാധനം. കഴിച്ചു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഒരു സമൂസ കഴിക്കാനായിട്ടൊന്നും, ബട്ട് സമൂസ കണ്ടപ്പോൾ വലിയ ഇത് തോന്നില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. മധുരമുണ്ടോ? ഷുഗർ അടിച്ച് പണ്ടാരടങ്ങി പോകും. സാധനം അകത്തും മധുരമാണ്, പിന്നെ ഷുഗർ സിറപ്പാണ് കഴിച്ചതാണ്. സോ നമ്മളിങ്ങനെ ഇവിടെ കടയിൽ നിന്ന് സാധനമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കണുണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് വാരണാസിയിലോട്ട് പോകാൻ പോണേ. നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ റാപ്പിഡോ വന്ന് എൻ്റെ വണ്ടിയാന്ന് വരാം. ഓ റാപ്പിഡോ ഏത് വണ്ടിയാ? വരാ കനെ കുഴിപ്പം. നമുക്ക് റാപ്പിഡോ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ റാപ്പിഡോയിൽ കയറി കൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ ബായാണ് ബാക്കിലുള്ള റാപ്പിഡോയിൽ. എനിക്ക് വന്ന റേറ്റ് എന്ന് വെച്ചാൽ 144 ഇതിൻ്റെ അത് കാണിക്കുന്നത്. ബായഡിൽ കാണിച്ചപ്പോൾ 130 വേണം. പുള്ളിയുടെ iOS ആണ്. ഞങ്ങൾക്ക് ആൻഡ്രോയിഡിൽ കുറവായിരിക്കും. എന്താണെന്നറിയില്ല കേട്ടോ. പുള്ളിക്ക് റേറ്റ് കുറേ കിട്ടി. നമുക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ പോകണം കേട്ടോ. അതുകൊണ്ടാണ് ബൈക്ക് ടാക്സി എടുക്കുന്നത്. 5 കിലോമീറ്ററൊക്കെ നടന്നു പോകും. നമുക്ക് ടൈമില്ല. എനിക്ക് ഓൾഡ് വാരണാസി കണ്ടിട്ട് പിന്നീട് ഇവിടെ വന്ന് ദശേഷ്മി ഘട്ടിൽ ആരതി കാണണം. അത് കഴിഞ്ഞിട്ട് വരെ മണികർണ ഘട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നൈറ്റ് വ്യൂ കാണണം.
ഇത്രയും പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഓൾഡ് വാരണാസി കണ്ടിട്ട് വന്നാലേ പെട്ടെന്ന് വന്നാലേ പറ്റുള്ളൂ. ഇത് ആപ്പിനകത്ത് ഫുള്ള് കാണിക്കും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തുക, എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് റൈഡിങ് എത്ര കിലോമീറ്റർ ഉണ്ട്, 44 മിനിറ്റ് ഉണ്ട്. 12.4 കിലോമീറ്റർ കാണിച്ചായിരുന്നു, ഇപ്പോൾ 11 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സോ ഇത്ര ഡ്രൈവിങ് സീന. आप इधर से है भाई वाराणसी? अभी ओके. വാരണാസിയിലെ കാശി വിശ്വനാഥ ടെമ്പിൾ പോണ വഴിയാണിത്. നമ്മളങ്ങനെ അവിടെ എത്തി. ഞാൻ വന്ന ദിവസം ഇതിൻ്റെ ആ വഴിയിലൂടെ ഇറങ്ങിയിട്ട് നടന്ന് അങ്ങോട്ട് പോയത്. സോ നമ്മൾ കുറേ നടന്നിങ്ങനെ ഘട്ടുകളിലൂടെ പോകുമ്പോൾ നടന്നു പോകുന്ന അറിയുന്നില്ല. അതാണ് സത്യം. ഇവിടെയാണ് നല്ല ബ്ലോക്കായിട്ടോ. ഒന്നാമതേ നല്ല തിരക്കാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ വെച്ചാൽ ഇന്നോവേറ്റ് കയറിയേക്കണേ. അപ്പോൾ ബാക്കിൽ ഫുള്ള് വണ്ടികൾ. ഇന്നോവൻ്റെ ഫ്രണ്ടിൽ കണ്ട കുഴപ്പമില്ല, അവിടെ നടക്കണേ ഉള്ളൂ. ഇന്നോവ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക് മാറും. അങ്ങനത്തെ അവസ്ഥ. ഈ മച്ചാനാണെങ്കിൽ കയറാനും പറ്റുന്നില്ല. ഇവിടെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഓടിച്ച് ഇവിടെ മാക്സിമം കയറാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. ബട്ട് കയറും പുള്ളി, എന്തായാലും കയറും. മച്ചാനെന്തോ പറയുന്നുണ്ടോ, പോന്നിട്ടാണ് നോക്കാണ്. ഇന്നോവക്കാരെ വിട്ടു കൊടുക്കണില്ല. ഇപ്പൊ ശുഭം ലോറി. അത് ഗ്യാപ്പിട്ടി മച്ചൻ കയറി അടിച്ച് കയറി റാപ്പിഡോ ബോയ്സ്. അങ്ങനെ ഹൈവേയിൽ കയറാൻ കേട്ടോ. ഹൈവേയിൽ കയറിയാലും ഹോണടിയൊക്കെ കണക്കാണ്. റോഡൊക്കെ നല്ലതാണ്. ഒത്തിരി സമാധാനം, വലിയ സമാധാനം ഹോണടിയും. കാരണം വന്നു കഴിഞ്ഞാൽ ചെവിയിൽ വെക്കണ ഒരു പഞ്ഞില്ല, കട്ടിയുള്ള നോയ്സ് തുറക്കണം. എന്ന് പറഞ്ഞാൽ വാങ്ങുന്നു നല്ലതാണ്. വൺ ബ്ലോക്കാണ്ട് ഇവിടെ. ആള് നല്ല ഡ്രൈവറാണ്, എക്സ്പീരിയൻസ്. സേഫ്റ്റി നോക്കണ്ട. ഒരു മച്ചാൻ കൊണ്ട് വട്ടം വെച്ച് തന്നു. മീൻസ് മീഡിയത്തിൽ ക്രോസിങ്ങാണ്. എന്നിട്ട് ഒരു ചേച്ചി അവിടെ കൊണ്ട് വേറെ വട്ടം വെച്ചപ്പോൾ മച്ചാൻ ഇവിടെ ബാക്കിറങ്ങി എൻ്റെ കാലി വന്ന് ഇടിച്ച്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ ലെഫ്റ്റ് കഴിച്ച് ആ വണ്ടി ആക്റ്റീവാണ്. തള്ളം വന്നിട്ട് ചെറുതായിട്ട് കാലിക്കൊണ്ട് ബാക്കി പുള്ളിയൊക്കെ തള്ളി വിട്ട് വേണ്ടി. അല്ലെങ്കിൽ എൻ്റെ കാലിൽ കുറച്ചും കൂടി അത് എഫക്റ്റ് ചെയ്തേനെ. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് പുള്ളി. നമ്മളെ സേഫ്റ്റി നോക്കിയാണ് പുള്ളി ഓടിക്കുന്നത്. അത്യാവശ്യം സ്പീഡിലും പോകുന്നുണ്ട്. സ്പീഡിലെത്താൻ വേണ്ടിയാണ് നമ്മൾ റാപ്പിഡ് എടുക്കുന്നത്. നല്ല പൊടിയ. ഹലോ, നമ്മളിപ്പോൾ ഓൾഡ് വാരണാസിയിലുള്ളത്. ഇവിടെ ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്. സോ അത് കാണാനും വന്നത്, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിയാനും വന്നത്. I think this is a staying place. Staying place? Like the people who are from Tibet or Nepal, no? Oh, so they can stay here. Stay here? हाँ.